ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് സ്പെയിൻ ദേശീയ ടീം ഇപ്പോഴുള്ളത്. അടുത്ത മാസം അർജന്റീനക്കെതിരെ ഫൈനലിസിമ അവർക്ക് കളിക്കേണ്ടി വരുന്നു. പിന്നീട് വേൾഡ് കപ്പ് വരുന്നുണ്ട്. വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളിൽ ഒന്നാണ് സ്പെയിൻ. അതിനോട് അവർക്ക് നീതി പുലർത്തേണ്ടതുണ്ട്. ഏതായാലും സ്പെയിൻ ദേശീയ ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ അഥവാ യമാലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്പെയിനിലെ തന്നെ ചില മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ലാമിൻ യമാൽ ഇപ്പോൾ വിശ്വസിക്കുന്നത് ചില സ്പാനിഷ് താരങ്ങളിൽ നിന്നും താൻ അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ബഹുമാനമോ അതല്ലെങ്കിൽ നല്ല രൂപത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റോ തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ചില സ്പാനിഷ് താരങ്ങൾക്ക് തന്നെ ഇഷ്ടമില്ല, തന്നോട് അവർ ബഹുമാനം കാണിക്കുന്നില്ല, നല്ല രീതിയിൽ പെരുമാറുന്നില്ല എന്ന ഒരു തോന്നൽ, ഒരു വിശ്വാസം ഇപ്പോൾ യമാലിന് ഉണ്ട് എന്നാണ് ഈ റൂമർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള താരങ്ങൾ സ്പെയിനിന്റെ ദേശീയ ടീമിൽ ഇടം നേടുന്നത് തടയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ യമാൽ നടത്തുമെന്നും ഇപ്പോൾ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെയിൻ പരിശീലകനായ ലൂയിസിനോട് ഇക്കാര്യം സംസാരിക്കും. അങ്ങനെ ഇത്തരത്തിലുള്ള താരങ്ങൾ ടീമിനകത്ത് തുടരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ യമാൽ നടത്തും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് വേൾഡ് കപ്പിൽ വളരെ ഹെൽത്തി ആയിക്കൊണ്ടുള്ള ഒരു പരിതസ്ഥിതി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് യമാൽ ആഗ്രഹിക്കുന്നത് നല്ല രൂപത്തിലുള്ള ഒരു അന്തരീക്ഷമാണ്. അതിന് തടസ്സമായ താരങ്ങളെ ലൂയിസിനോട് ഒഴിവാക്കാൻ പറയും, അതല്ലെങ്കിൽ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. സ്പാനിഷ് മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു റൂമറാണ്. എന്നാൽ മുഖ്യധാര മാധ്യമങ്ങളൊന്നും തന്നെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. യമാലിന്റെ ഒരു പെരുമാറ്റം അത് സ്പെയിനിൽ വലിയ ചർച്ചാ വിഷയമാണ്. നേരത്തെ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ഡാനി കാർവഹലുമായി യമാൽ ഒന്ന് ഉടക്കിയിരുന്നു. നമുക്കറിയാം, സ്പെയിൻ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിക്കുന്നവരാണ് ഡാനി കാർവഹലും യമാലും. പക്ഷേ ഇരുവരും തമ്മിൽ വലിയൊരു വാഗ്വാദം അവിടെ സംഭവിച്ചു. എന്നാൽ സ്പെയിനിന്റെ ദേശീയ ടീമിലേക്ക് എത്തുമ്പോൾ അത് മാറും എന്നായിരുന്നു സ്പെയിനിന്റെ പരിശീലകനായ ലൂയിസ് പിന്നീട് പറഞ്ഞിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.